വടകര എംപി ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചരണങ്ങളുമാണ് നടക്കുന്നത്. എംപി ഫണ്ട് വിനിയോഗത്തിൽ ഷാഫി പറമ്പിൽ തീർത്തും പരാജയമാണെന്നും വെറും 4% ഫണ്ട് മാത്രമാണ് വിനിയോഗിച്ചതെന്നുമാണ് പ്രചരണങ്ങളുടെ പ്രധാന ഉള്ളടക്കം. കേരളത്തിലെ മറ്റ് എംപിമാരെ അപേക്ഷിച്ച് ഷാഫി പറമ്പിലിന്റെ എംപി ഫണ്ട് വിനിയോഗം വളരെ കുറവാണെന്നും ഒരു പ്രൊജക്ട് പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം. ഫണ്ട് അനുവദിക്കാനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ കൃത്യമായ വിവരങ്ങൾ നൽകാതെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് എന്ന് മാത്രം രേഖപ്പെടുത്തി എംപി ഉപേക്ഷ വിചാരിക്കുന്നു എന്നുമാണ് ഷാഫിക്കെതിരെയുള്ള മറ്റൊരു ആരോപണം. എന്നാൽ ഈ പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളുമായി ഷാഫി തന്നെ നേരിട്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി ഷാഫിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചെഴുതുന്ന വീഡിയോ ഷാഫി തന്നെയാണ് സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. എംപി ഫണ്ട് വിനിയോഗം എന്നത് എംപി ഒരു കത്ത് നൽകുന്നതിലൂടെ അവസാനിക്കുന്നതല്ല എന്ന് ഷാഫി തന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. സർക്കാർ അനുവദിച്ച തുകയിലും കൂടുതൽ വരുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശം ഷാഫി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞതാണ്. 212 പദ്ധതികളാണ് ഇത്തരത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 144 പ്രൊജക്ടുകൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും 63 എണ്ണം ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. 55 പദ്ധതികൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. എംപി ഫണ്ട് വിനിയോഗം രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക പോർട്ടലായ ഇ സാക്ഷിയിൽ ഈ വിവരങ്ങൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാത്തതാണ് തെറ്റായ കണക്കുകൾ പ്രചരിക്കാൻ കാരണമായതെന്ന് ഷാഫി തന്നെ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടവും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും കാരണം വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ വൈകിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക കാലതാമസത്തെയാണ് രാഷ്ട്രീയ എതിരാളികൾ എംപിക്കെതിരായ ആയുധമായി ഉപയോഗിക്കുന്നത്. വടകരയുടെ വികസന കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയുള്ള ഇടപെടലുകളാണ് ഷാഫി പറമ്പിൽ നടത്തുന്നത്. ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കിയ സൗഹൃദ സ്പർശം പദ്ധതി ഇതിനൊരു ഉദാഹരണമാണ്. നിരവധി പേർക്ക് ഇതിനോടകം തന്നെ ട്രൈസൈക്കിളുകളും ഇലക്ട്രോണിക് വീൽ ചെയറുകളും വിതരണം ചെയ്തു കഴിഞ്ഞു. കൂടാതെ വയനാട്ടിലും വിലങ്ങാടുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ എംപി ഫണ്ടിൽ നിന്നും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബഡ് സ്കൂളുകൾക്ക് വാഹനം വാങ്ങുന്നതിനുള്ള തുകയും കളക്ടറേറ്റിൽ നിന്നും അനുവദിച്ചു കഴിഞ്ഞു. തീരദേശ മേഖലയുടെ സുരക്ഷയ്ക്കായി 5 റെസ്ക്യൂ ബോട്ടുകൾ അനുവദിച്ച പദ്ധതിയും ഷാഫി പറമ്പിലിന്റെ ശ്രദ്ധേയമായ നീക്കമാണ്. എന്നാൽ ഇതിന്റെ ദൈനംദിന ചെലവുകൾ വഹിക്കാൻ എംപി ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക തടസ്സവും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരുമായും തദ്ദേശ സ്ഥാപനങ്ങളുമായും എംപി ചർച്ചകൾ നടത്തിവരികയാണ്. വടകരയിൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ അക്കമിട്ട് നിരത്തിയാണ് ഷാഫി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഫണ്ട് തികയാത്ത സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളതെന്നും 100 കണക്കിന് അപേക്ഷകളാണ് ഫണ്ടിനായി ഇനിയും പരിഗണനയിലുള്ളതെന്നും ഷാഫി പറയുന്നു. ഷാഫിയുടെ പ്രതികരണം കൂടി ചേർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ എം പി ഫണ്ടിന്റെ വിനിയോഗമായിട്ട് ബന്ധപ്പെട്ട് കുറേ വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വ്യാപകമായിട്ട് നടക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചില ആളുകൾ വളരെ ബോധപൂർവ്വം വലിയ പൊളിറ്റിക്കൽ അറ്റാക്കിനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ 2 ദിവസം മുമ്പ് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ അപ്പോഴാണ് കളക്ടറുടെ നേതൃത്വത്തിൽ എം പി ഫണ്ടിന്റെ ഒരു അവലോകന യോഗം, ഉദ്യോഗസ്ഥരുടെ ഒരു അവലോകന യോഗം ഇന്നലെയാണ് വടകര പാർലമെന്റ് മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചേർന്നത്. അപ്പോൾ അതിന്റെ കണക്കൂടെ കിട്ടിയിട്ട് നിങ്ങളോട് അതിന്റെ യാഥാർത്ഥ്യം അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കാര്യം ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കളക്ടറേറ്റുകളിൽ വരുന്ന അലോക്കേറ്റഡ് ഫണ്ട്, ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിലേക്കുള്ള പ്രപ്പോസലാണ് എം പി കൊടുക്കുക. ഈ പ്രൊജക്ട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇന്ന സ്ഥലത്ത് നടപ്പിലാക്കണമെന്ന് എം പി ഫണ്ടിൽ നടപ്പിലാക്കണമെന്ന് എം പി പ്രപ്പോസ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ആ കത്ത് വെച്ചിട്ട് അതിന് എസ്റ്റിമേറ്റ് എടുക്കലും അതിന്റെ AS ഉണ്ടാക്കലും TS ഉണ്ടാക്കലും ടെൻഡർ ചെയ്യിപ്പിക്കലും വർക്ക് അവാർഡ് ചെയ്യലും വർക്ക് ഇംപ്ലിമെന്റേഷനും ഒക്കെ ലോക്കൽ ബോഡിയുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹായത്തോടെ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനാണ്. അപ്പം ഇപ്പം വടകരയ്ക്ക് സർക്കാർ അനുവദിച്ച 2 വർഷം കൊണ്ട് സർക്കാർ അനുവദിച്ചത് 9,80,00,000 രൂപയാണ് എം പി ഫണ്ടിലേക്ക് അനുവദിച്ചത്. ആദ്യത്തെ വർഷത്തെ 490, 2-ാം വർഷത്തെ 490. അപ്പൊ അതിന്റെ കണക്ക് ജില്ലാ ഭരണകൂടം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9,72,00,000 രൂപയുടെയും പ്രപ്പോസല് വടകര എം പി എന്നുള്ള നിലയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെ മറച്ചു വെച്ചിട്ടാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. 9,72,00,000 രൂപയുടെ പ്രപ്പോസലും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 212 പ്രൊജക്ടുകൾക്കാണ് നമ്മൾ പ്രപ്പോസൽ കൊടുത്തത്. അതിൽ 144 പ്രൊജക്ടുകൾക്കാണ് എസ്റ്റിമേറ്റ് ഇതുവരെ ആയത്. 73 പ്രൊജക്ടുകൾ KS ആയി. 63 പ്രൊജക്ടുകൾ ടെൻഡർ കഴിഞ്ഞു. 55 പ്രപ്പോസലുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിരവധി പ്രൊജക്ടുകൾ ഓൺഗോയിങ് ഉണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്ടുകൾക്ക് വേണ്ടി ഗവൺമെന്റ് നമ്മുടെ ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച തുക തന്നെ, നീക്കിവെച്ചത് 9,72. ഇപ്പൊ അനുവദിച്ച തുക തന്നെ, അവർ വിനിയോഗിച്ച തുക തന്നെ ആയിട്ട് ഇന്നലത്തെ യോഗത്തിൽ പറയുന്നു 1,57,50,000 രൂപയുടെ അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് കളക്ടറുടെ യോഗത്തിൽ തന്നെ അവർ പറയുന്നത്. അതിന്റെ ഔദ്യോഗിക
ഔദ്യോഗിക പത്രക്കുറിപ്പ് അവർ പുറത്തിറക്കിയത് ഇതിനോട് ലിങ്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയതാണ്. സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് വായിക്കണം. അതിന്റെ കൂടെ വെലങ്ങാട് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. വയനാട് ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് ദുരന്തങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് MP ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ നമ്മൾ അതിനും അനുവദിച്ചതാണ്. അത് ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പണം MP ഫണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതുമാണ്. അതുപോലും ഈ കണക്കിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പൊ ബോധപൂർവം ഈ 4% കണക്ക് പറഞ്ഞിട്ട് അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നത് ചിലർ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ്. അത് രാഷ്ട്രീയമായിട്ട് എങ്ങനെയും അപമാനിക്കാൻ കഴിഞ്ഞ കുറെ ആയിട്ട് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിലപ്പോവില്ല. ജനങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടിയാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത്. എന്റെ മാത്രം കാര്യമല്ല, ബാക്കി MP-മാരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ രാഘവേട്ടനെ സംബന്ധിച്ചും ET സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ്. ഞാൻ അവരെ നോക്കി. രാഘവേട്ടന് 254 പ്രൊജക്ടുകളുടെ പ്രൊപ്പോസൽ കൊടുത്താണ്. ET ഏതാണ്ട് 155 പ്രൊജക്ട് പ്രൊപ്പോസൽ ഓൾറെഡി കൊടുത്തതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്. ഈ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒരു സാങ്കേതികത്വം അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി പറയാം. ഇപ്പം ഒരു ഹൈമാസ് ലൈറ്റ് ഒരു സ്ഥലത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടുത്തെ പഞ്ചായത്തിന്റെ NOC അതുപോലും ചിലർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് NOC പെട്ടെന്ന് തന്ന നിരവധി പഞ്ചായത്തുകൾ, പക്ഷെ ചിലർ ആ തീരുമാനം എടുക്കാതെ അത് വൈകിപ്പിച്ചിട്ടുണ്ട്. ആ NOC ലഭിച്ച് അവിടുന്ന് ഒരു ഏജൻസിയെ തീരുമാനിച്ച് അവിടെ ലൈറ്റ് സ്ഥാപിക്കാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് ആ കോൺട്രാക്ടർ അവിടെ വന്ന ലൈറ്റ് സ്ഥാപിച്ച് KSEB അതിന്റെ കറണ്ട് കണക്ഷൻ കൊടുത്ത് അത് സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് പ്രകാശിച്ചു കഴിഞ്ഞാൽ, അത് പ്രകാശിപ്പിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം ജനങ്ങളോടുള്ളത് അവിടെ നിർവഹിക്കപ്പെടുകയാണ്. പക്ഷെ പിന്നെ അതിന്റെ സാങ്കേതികത്വം, അതിന്റെ ഫണ്ട് അത് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് പിന്നെ അത് അതിന്റെ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വഴി ജില്ലാ പ്ലാനിംഗ് ഓഫീസിലേക്കും അവസാനം ബില്ല് കൈമാറുന്നതിന് ഉൾപ്പെടെയുള്ള സാങ്കേതികത്വങ്ങൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർക്ക് പണം കിട്ടിയാലേ ചിലപ്പോൾ വിനിയോഗിച്ചു എന്നുള്ളത് ഇവരുടെ ചില കണക്കിൽ വരുള്ളൂ. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് വിനിയോഗിക്കപ്പെട്ടതാണ്, അതിന്റെ സൗകര്യം ജനങ്ങൾക്ക് കിട്ടിയതുമാണ്. നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിന് വേറെ കാര്യം, ഇപ്പം ചില വ്ളോഗർമാരൊക്കെ പറയുന്നത് കേട്ടു, 1 രൂപയുടെ സഹായം പോലും കേരളത്തിനോ വടകരക്കോ അതിന്റെ പേരിൽ ഈ 4% നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ബോധപൂർവം പറയുന്നതാണോ എനിക്ക് അറിഞ്ഞൂടാ. ബോധപൂർവം പറയുന്നവരുണ്ട്. അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് വരും. ഇപ്പൊ ബഡ്സ് സ്കൂളുകൾക്ക് വാഹനം അനുവദിച്ചതിന്റെ പണം ഓൾറെഡി കളക്ടറേറ്റിൽ നിന്ന് കൈമാറി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ, വടകരയെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ സൗഹൃദ സ്പർശം എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിയ ഒരു പ്രൊജക്ടിലേക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ അതിനുവേണ്ടി നീക്കിവെച്ച് ഇതിനകം തന്നെ എക്സ്പെൻഡിച്ചർ ആയി കഴിഞ്ഞു. ഏതാണ്ട് നിരവധിയായ ആളുകൾക്ക് ട്രൈസൈക്കിൾ കൊടുക്കാൻ കഴിഞ്ഞു, ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കാൻ കഴിഞ്ഞു. അവരുടെ അവകാശമാണ്, അവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴും 1 രൂപയുടെ സഹായം പോലും ക്ഷമിക്കണം, 1 രൂപയുടെ പ്രവർത്തനങ്ങൾ പോലും വടകരയിൽ നടന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ബോധപൂർവമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘമായി കടന്നുകൊണ്ടല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. ഇപ്പൊ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ മീറ്റിംഗിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, അവര് പറഞ്ഞത് SIR-ന്റെ ഡ്യൂട്ടി, ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പെരുമാറ്റച്ചട്ടം, അതുപോലെ തന്നെ BLO ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ആളുകൾ, പ്ലാനിംഗ് ഓഫീസിലൊക്കെ 4-5 ആളുകൾ ഈ ഡ്യൂട്ടിയുള്ള ആളുകളാണ്. ശേഷിക്കുന്ന 1-2 ആളുകൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ടൈം ബൗണ്ടായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നുവെന്നും മാത്രമല്ല ചെയ്തത് പോലും ഈ സാക്ഷി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടാവുന്നു എന്നുള്ളത് കളക്ടർ പങ്കെടുത്ത യോഗത്തിൽ ഇന്നലെ ഉദ്യോഗസ്ഥർ ജോലിഭാരം മൂലം അവർ പങ്കുവച്ച പ്രയാസമാണ്. അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തകളുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ബഹുമാന്യയായ പ്രിയങ്ക ഗാന്ധി MP, അവർക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. അവിടെ തന്നെ ഇതിനകം 1 കോടി രൂപയുടെ പ്രൊപ്പോസൽ അവർ സമർപ്പിച്ചു കഴിഞ്ഞാൽ പല പ്രൊജക്റ്റും ഓൺഗോയിങ് ആണ്, അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ മറച്ചു നടക്കുന്ന പ്രചരണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യത്തിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട് വടകരയിൽ MP ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ തീരദേശത്തെ സഹോദരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപകടങ്ങളിൽ അവരുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് എത്താൻ മതിയായ സംവിധാനങ്ങളില്ല എന്നതാണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ അതിനുവേണ്ടി 5 റെസ്ക്യൂ ബോട്ടുകൾ കൊയിലാണ്ടി, വടകര, തലശ്ശേരി അവിടുത്തെ തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിന്റെ റെക്കറിംഗ് എക്സ്പെൻസ് MP ഫണ്ടിൽ നിന്ന് മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോടും അതിന്റെ മന്ത്രിയോട്, ഡയറക്ടറോട്, സെക്രട്ടറിയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചു. പല ലോക്കൽ ബോഡികളോടും സംസാരിച്ചു. വടകര മുനിസിപ്പാലിറ്റി ഒരു
ഒരു ബോട്ടിന്റെ റെക്കറിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാമെന്നും അടുത്ത വർഷത്തെ പുതിയ പ്രൊജക്ട് പ്രപ്പോസൽ അത് ഉൾപ്പെടുത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ലഭിച്ചാൽ റെക്കറിംഗ് എക്സ്പെൻസ് അതിന്റെ ഡ്രൈവർമാരുടെ സാലറി ഉൾപ്പെടെയുള്ള പെട്രോൾ ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം ലഭിച്ചാലേ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. അതുമാത്രമാണ് ഒരു കാലതാമസമായി സാങ്കേതികത്വത്തിന്റെ പേരിൽ നടക്കുന്നത്. ബാക്കി നമ്മൾ അനുവദിച്ച റോഡുകൾ സത്യം പറഞ്ഞ MP ഫണ്ട് തികയാത്തതിന്റെ പ്രയാസമാണ് അനുഭവിക്കുന്നത്, അല്ലാണ്ട് ചെലവാക്കാതെ അവിടെ എടുത്തു വെച്ചിരിക്കുകയല്ല. ഇപ്പൊ ഈ വർഷം നമുക്ക് അനുവദിച്ചത് 4,90,00,000 രൂപയാണ്. ഇപ്രാവശ്യത്തെ പ്രപ്പോസലിന്റെ കണക്കുകൾ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞത് ഓൾറെഡി 5,22,00,000 രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്ന് വെച്ചാൽ അതിൽ കൊടുത്തതിൽ ഇനി കുറവ് വരുത്തണം. ഈ കഴിയാൻ പോകുന്ന സാമ്പത്തിക വർഷത്തെ ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിക്കും കൂടിയാണ്, ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലിക്കും കൂടിയാണ് ഈ 5 കോടി രൂപ നമുക്ക് ആകെ കിട്ടുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കാനും കൊണ്ടുപോകാനും റോഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം കിട്ടിയ അപേക്ഷകളുടെ എണ്ണം 140-ലധികമാണ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതൊന്നും മീറ്റ് ചെയ്യാൻ ഫണ്ട് തികയാതിരിക്കുകയാണ്. 100 കണക്കിന് പ്രപ്പോസലുകൾ, ഫണ്ട് ചോദിച്ച് കിട്ടിയ അപേക്ഷകൾ ഫണ്ട് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇത് ചെലവഴിക്കാതെ വെറും 4% ആക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം, വടകരയിലെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലക്ക് പറയുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.